ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്ററാണ് ഡിവിഡൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഇത് കുറച്ചും കൂടി തിയറി ബേസ് ചെയ്ത് വരുന്നൊരു ചാപ്റ്റർ കൂടിയാണ്. തിയറിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് അധികം ഉണ്ട്. നന്നായിട്ട് ഈ ഒരു പോർഷൻസ് പഠിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. എ ഫേംസ് ഏർണിംഗ് ബിലോങ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു ഫേം അതിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് നേടുന്ന ഏർണിങ്സിൻ്റെ ഒരു പരിധി വരെ മാർക്ക് വേണ്ടിയാണ്, അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻറ്റയർ ഏണിങ്ങും നമുക്ക് ഒരു ഫേം നടത്തി കിട്ടുന്ന എല്ലാ ഏണിങ്സും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? എത്ര പോർഷൻ നമ്മുടെ കൈവശം വെക്കണം, എത്ര പോർഷൻ അവർക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കണം എന്ന് തീരുമാനം എടുക്കേണ്ടി വരും. അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് പോർഷൻ ഓഫ് ഏർണിംഗ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. മാനേജ്മെൻറ്റ് അപ്പോൾ തീരുമാനിക്കുകയാണ് എത്ര പോർഷനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഡിസിഷനാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു വേർഡാണ് എന്താണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഡിവിഡൻഡ് ആർ എ സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. It is the share of profit after tax profit distributed among shareholders of the company. It is the reward paid to the shareholders for investment made by them in the shares of the company. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും തന്നെ പഠിച്ചു വയ്ക്കുക. 3 മാർക്കിന് ചോദിച്ചാൽ ഇത് എഴുതുക. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് മണിയാണ്, അതായത് ഒരു തുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ബൈ എ കമ്പനി, കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തുക ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന തുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം, അതിനെയും പറയാം. അതെങ്ങനെ? ടാക്സ് പ്രോഫിറ്റ്, ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ആ ഒരു പ്രോഫിറ്റിനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു റിവാർഡ് ആവാം, കാരണം അവരുടെ കൈവശമുള്ള പണമാണല്ലോ അവരുടെ കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് നിന്ന് കിട്ടുന്ന ഒരു തുക അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ തന്നെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. എത്ര തരത്തിലുണ്ട്, എത്ര ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ഫോംസ് ആണ് ഈ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഡിവിഡൻഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോമാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ക്യാഷ് ആയിട്ട് തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതിനാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ 2 തരത്തിൽ പറയുന്നുണ്ട്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്, ഇൻറ്ററിം ഡിവിഡൻഡ് ഉണ്ട്. റെഗുലർ അല്ലെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവിഡൻഡ് എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത് എപ്പോഴും ഏ സമയത്തായിരിക്കും? പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ട്രേഡിംഗ് പീരീഡ്. ഒരു കച്ചവടം അവസാനിക്കുന്ന, വ്യാപാരം അവസാനിക്കുന്ന ഒരു ട്രേഡിംഗ് പീരീഡ് അവിടെ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 1 ഇയർ എന്ന് നമുക്ക് പറയാം. ആ വർഷം അവസാനിക്കുമ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫൈനൽ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാം? കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിയുമ്പോഴാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിനെയാണ് റെഗുലർ അല്ലെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽ പറയുന്ന ഇൻറ്ററിം ഡിവിഡൻഡ് ആണ്. ഇൻറ്ററിം ഡിവിഡൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യപ്പെടാറിയോ ബിഫോർ ദ ഡിക്ലറേഷൻ ഓഫ് ദ ഫൈനൽ ഡിവിഡൻഡ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് വർഷാവസാനം, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ആനുവൽ ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ് എന്നൊക്കെ പറയാൻ കാരണം. അങ്ങനൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻറ്ററിം ഡിവിഡൻഡ്. ഇടക്കാലത്ത്, അതാണ് അവിടെ മീനിങ് വരുന്നത്. മറ്റേത് വർഷ അവസാനമായിരിക്കും പറയുക, പക്ഷെ അത്രയ്ക്ക് നമ്മൾ നീണ്ടു പോവില്ല. ആ രണ്ട് വർഷാവസാനമുള്ള 2 ഡിവിഡൻഡുകൾക്ക് ഇടയിൽ പറയുന്നതാണ് ഇൻറ്ററിം. അതായത് 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിന് ഇടയിലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. സ്റ്റോക്ക് ഡിവിഡൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ വേണ്ടത്ര പണമായിട്ട് ഡിവിഡൻഡ് കൊടുക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ കമ്പനി എന്ത് ചെയ്യും? അതിൻ്റെ മുൻ വർഷങ്ങളിൽ കുറച്ച് ലാഭമോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യും.
ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര രൂപയാണോ ഓരോ ആളുകൾക്കും ക്യാഷായി കൊടുക്കേണ്ടത് ആ തുകയ്ക്ക് തുല്യമായ ഷെയറുകൾ അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്നൊക്കെ പറയും. അതായത് തുക കൊടുക്കുന്നതിന് പകരം അതിന് തുല്യമായിട്ടുള്ള ഷെയർസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്ത ഡിവിഡൻഡാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സ്ക്രിപ്പ് ഡിവിഡൻഡും ഇതേപോലെ തന്നെയാണ്. കമ്പനിക്ക് വേണ്ടത്ര പണം ഡിവിഡൻഡായിട്ട് കൊടുക്കാനില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫറബിൾ പ്രോമിസറി നോട്ടായിട്ട് ഒരു ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡിലേക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യും. ഇതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പണമില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡിവിഡൻഡായി കൊടുക്കാൻ പണമില്ല, പക്ഷെ പകരം എന്ത് ചെയ്യുന്നുമില്ല, കയ്യിലുള്ള ഷെയറും കൊടുക്കുന്നില്ല. ഇവർ എഴുതി കൊടുക്കണം, പ്രോമിസ് കൊടുക്കണം, ഒരു മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഇത്രയും തുക ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കരാറ് പോലെ പ്രോമിസറി നോട്ട് എഴുതിയിട്ട് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നത്, വെൻ ദ കമ്പനി ഈ സഫറിങ് ഫ്രം ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഓർ വീക്ക് ലിക്വിഡിറ്റി പൊസിഷൻ. കമ്പനിക്ക് പണമായിട്ട് കൊടുക്കാൻ സാധ്യമല്ലാതെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ സ്ക്രിപ്പ് ഡിവിഡൻഡ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്, നമ്മൾ ഈ വർഷാവസാനം ഫൈനൽ അക്കൗണ്ട് നോക്കിയിട്ടാണല്ലോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് വേണ്ടത്ര പണമില്ലെങ്കിൽ അത് കൊടുക്കുന്നതൊന്ന് തൽക്കാലത്തേക്ക് നീട്ടി വെക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ കമ്പനീസ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്പ് ഡിവിഡൻഡ് കൊടുക്കുന്നതിനോട് അവർ കൊടുക്കുന്നത് അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. അടുത്തത് നാലാമത്തെയാണ് ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഡിബെഞ്ചറായിട്ടോ ബോണ്ടുകളോ ആയിട്ടാണ്, അല്ലെങ്കിൽ നോട്ട്സ്. ലോങ് ടേം പീരീഡ് ബെയറിംഗ് ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സഡ് റേറ്റ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ഒപ്പം നമ്മൾ ഇൻട്രസ്റ്റ് കൂടിയിട്ട് ഒരു ഫിക്സഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് കൂടി അവർക്ക് കൊടുക്കും. അത് ഒരു ലോങ് പീരീഡിലേക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കമ്പനി ഇഷ്യൂ ബോണ്ട്സ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് വെൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇനഫ് ഫണ്ട്സ് ടു പേ ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ കമ്പനിക്ക് സാധിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർസ് കൊടുക്കാറുണ്ടെന്നല്ലേ, അതേപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, കമ്പനിയുടെ ഡിബെഞ്ചറോ ബോണ്ടുകളോ ഇതിന് പകരമായിട്ട് കൊടുക്കാം. അതിനെയാണ് ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. വളരെ അപൂർവം കേസുകളിൽ നമ്മൾ കൊടുക്കാനുള്ള തുകയ്ക്ക് പകരമായിട്ട് കമ്പനി ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ ഫോമിൽ കൊടുക്കുക, ഏതെങ്കിലും തരത്തിലുള്ള അസറ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 5 തരത്തിലാണ് നമുക്കിതിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. എന്താണ് ഡിവിഡൻഡ്, എന്താ ഡിവിഡൻഡ് ഡിസിഷൻ, 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 6 മാർക്കിനുള്ള ചോദ്യമാണ് ഇത്, ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഇനി നെക്സ്റ്റ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, മീനിങ് ഓഫ് ഡിവിഡൻഡ് പോളിസി. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. എന്തിനാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്, പോളിസി നയം വിച്ച് ഡിറ്റർമിൻ ദ അലോക്കേഷൻ ഓഫ് ഏർണിങ്സ് ഇൻ ടു റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ്. നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന ലാഭത്തിന് എത്ര രൂപ ഡിവിഡൻഡായി കൊടുക്കണം, എത്ര രൂപ കമ്പനിയുടെ വരും ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വെക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു മീറ്റിംഗ് കൂടി ഒരു പോളിസി, ഒരു നയമായിട്ട് പ്രഖ്യാപിക്കും. അതിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. കമ്പനി ഇങ്ങനെ ഒരു ഡിവിഡൻഡ് പോളിസി എടുക്കുന്ന സമയത്ത് അതിന് പ്രധാനമായിട്ടും ബാധിക്കുന്ന 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. 2 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 രൂപ ലാഭം കിട്ടിയാൽ 1000 നമുക്ക് ഡിവിഡൻഡായി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ 500 മാത്രം കയ്യിൽ വെച്ച് 500 മാത്രം ഡിവിഡൻഡ് കൊടുക്കാം, 600 കയ്യിൽ വെച്ച് 400 രൂപ കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ഘടകം എന്ന് പറയുന്നത്, ഒന്ന് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എത്രയാണ്, ഒന്ന് റീറ്റെയിൻ ചെയ്യേണ്ടത് എത്രയാണ്. അങ്ങനെ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനേഷനായിട്ട് തന്നെ പറയുന്നുണ്ട്, ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ദ ഡിവിഷൻ ഓഫ് ഏർണിങ്സ് ബിറ്റ്വീൻ പേയ്മെൻറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഡിവിഷൻ ഓഫ് ഏർണിങ്സ്. നമുക്ക് കിട്ടിയ ലാഭത്തിനെ ഡിവിഷൻ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഏതിനിടയിലായിട്ട്, ഒന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതും ഒന്ന് റീറ്റെയിൻഡ് ഏർണിങ്സ് എത്ര കരുതി വെക്കണം എന്നുള്ളതും. അവ തമ്മിലുള്ള ഒരു ഡിവിഷനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, ഡിവിഡൻഡ് പോളിസി റെഫേഴ്സ് ടു ദ പോളിസി റിലേറ്റിംഗ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ടെടുക്കുന്ന പോളിസിയാണ് ഡിവിഡൻഡ് പോളിസി. അല്ലെ, വാട്ട് എമൗണ്ട് ടു ബി റീറ്റെയിൻഡ്, എത്ര എമൗണ്ട് നമ്മൾ കയ്യിൽ വെക്കണം, ഹൗ മച്ച് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്, എത്ര വേണം നമ്മൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുകയാണ് നമ്മുടെ കയ്യിലുള്ള ഏർണിങ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിനും റീറ്റെയിൻഡ് ഏർണിങ്സിനും ഇടയിലായിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ഒരു ഡിവിഡൻഡ് പോളിസി കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ
എന്തൊക്കെ ഫാക്ടേഴ്സാണ് അത് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആ പോളിസി അഫക്റ്റ് ചെയ്യും, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ ചോദ്യം വരാവുന്നത് 6 മാർക്കിന് ചോദിക്കാം, ഏതെങ്കിലും ഇന്റേണൽ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എസ്എ ക്വസ്റ്റൻ ആയിട്ടും ചോദ്യം വരാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിങ്സ്. ഓരോ വർഷവും കമ്പനിക്ക് എത്ര രൂപ വെച്ചിട്ട് ഏർണിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്, അത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് അതേപോലെ കിട്ടുന്നുണ്ടോ, അതിനേക്കാൾ കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, നമ്മുടെ ലാഭം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ടോ എന്നാണ് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ലിബറൽ ആയിട്ട് ഡിവിഡൻഡ് പോളിസി എടുക്കുകയാണെന്ന് വെച്ചാൽ അവിടെ നല്ലോണം ഫ്യൂച്ചർ ഏർണിങ്സ് ഉണ്ടാവണം. അല്ല, നമ്മൾ റാഷണൽ ഡിവിഡൻഡ് പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ എന്ത് നോക്കണം, ഓരോ വർഷവും വരുന്ന ഏർണിങ്സ് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടെ തീരുമാനം എടുക്കാവുള്ളൂ. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ് ആണ്. ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പനിക്ക് എപ്പോൾ ബാധ്യത വന്നാലും അതിന് ആ സമയം ക്യാഷ് കൊടുത്ത് വീട്ടാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പം ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈവൺ ഇഫ് ദ ഏർണിങ്സ് ആർ ഗ്രേറ്റർ, നമുക്ക് ഒരുപാട് ഏർണിങ്സ് കിട്ടിയെന്ന് വിചാരിക്കുക, എ കമ്പനി മെ നോട്ട് ഏബിൾ ടു പേ ക്യാഷ് ഡിവിഡൻഡ്. ഒരുപാട് പണം കിട്ടിയാലും നമുക്ക് ക്യാഷ് ഡിവിഡൻഡ് കൊടുത്തോളന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് എത്ര ബാലൻസ് ഉണ്ട്, അത് വേണ്ടത്ര നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷം ഇങ്ങനെ ലാഭം കിട്ടിയത് കൊണ്ട് ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ വളർന്നു വരുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റർ ഫ്യൂച്ചർ നീഡ്സ് ഫോർ ഫണ്ട്സ്, അവർക്ക് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഒരുപാട് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ റീറ്റെയിൻസ് ആണ് കൂടുതലായിട്ട് ആവശ്യമുണ്ടായിട്ട് വരിക. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കമ്പനിക്ക് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണെന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പം ഇത് രണ്ടിനെയും തുല്യമായിട്ട് കാണണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവ തമ്മിലൊരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കുക. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ്, ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് കിട്ടാനാണ് പ്രിഫർ ചെയ്യുന്നത്, കമ്പനിക്ക് ഇത് കൊടുക്കാതിരുന്നാൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എത്ര കൈവശം വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രിഫറൻസ് കൊടുക്കുന്നത് റീറ്റെയിൻ ചെയ്യാനായിരിക്കും ഏർണിങ്സ്, ഡിവിഡൻഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും. മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു പോളിസി ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കമ്പനിയുടെ ഇൻട്രസ്റ്റിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ, കമ്പനിയുടെ താല്പര്യങ്ങളെ ഒരുപോലെ കൊണ്ടുപോകാം. നാലാമത്തത് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് കൺട്രോൾ, അതായത് നമ്മൾ എത്രത്തോളമാണ് ഒരു കമ്പനിയുടെ കൺട്രോൾ മാനേജ്മെൻറ്റിൽ അധിഷ്ഠിതമായിരിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ് ഡിവിഡൻഡ് പോളിസിയുടെ. കാരണം മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുകയാണ് അവർ ക്ലോസ് കൺട്രോൾ ഓവർ ദ ഫേം വിൽ നോട്ട് മച്ച് ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്. എന്ത് ആവശ്യം വരുമ്പോഴും നമ്മുടെ ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ആവശ്യമുള്ള ഫണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവരെപ്പോഴും എന്താ ചെയ്യുക, ഡിവിഡൻഡ് അധികം കൊടുക്കാൻ താല്പര്യം കാണിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ ചെറിയ രീതിയിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ, ബാക്കിയെല്ലാം പണമായിട്ട് അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റുകൾ ഇനി നിലവിൽ കുറേ വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ഫേമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കും മുൻ വർഷങ്ങളിലൊക്കെ ഇവർ എത്ര കൊടുത്തിരുന്നു, ഇവർ അത് കൊടുത്തെല്ലാം ഓക്കെ ആയിരുന്നോ, അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയോ, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയോ എന്നുള്ള കാര്യം. പക്ഷെ ഒരു പുതിയ സ്ഥാപനമാകുമ്പം അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ നോക്കാൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നോക്കുന്നത് അവരുടെ പോലെ തന്നെയുള്ള മറ്റുള്ള റൈവൽ കമ്പനീസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എന്നതുകൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർ ഈ ഒരു പോളിസി തീരുമാനിക്കുന്നത്. ആറാമത്തെ പോയിന്റിൽ പറയുന്നത് എബിലിറ്റി ടു ബോറോ. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാർജ് കമ്പനിയാണെന്ന് വെച്ചാൽ അവർക്ക് എളുപ്പത്തിൽ എവിടുന്നും ഒരു ചെറിയ കമ്പനിയെക്കാട്ടിലും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ആ സമയത്തൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത് ഫണ്ടുകളൊക്കെ എങ്ങനെയായിരുന്നു, എക്സ്റ്റേണൽ സോഴ്സീസിൽ അവർക്കൊക്കെ പുറത്തുനിന്ന് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിഡൻഡ് റേറ്റ് കൂടുതലാണെങ്കിൽ ഹയർ ഫോർ ലാർജർ ആൻഡ് ഓൾഡർ ഫേംസ്, കുറേ വർഷങ്ങളായിട്ടുള്ള ഫേംസോ നല്ല രീതിയിൽ കൊടുക്കുന്നവർക്കൊക്കെ ഡിവിഡൻഡ് റേറ്റുകൾ അവിടെ എപ്പോഴും ഹയർ ആയിരിക്കും. ഇനി ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് നീഡ് ടു റീപേ ഡെറ്റ്. ഒരു ഫേമിനെ സംബന്ധിച്ചോളം ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരിക്കും അവർക്ക് അടച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രോഫിറ്റ് വരുന്ന സമയത്തൊക്കെ കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം റേറ്റ് ഓഫ് ഡിവിഡൻഡ് എപ്പോഴും ലോവർ ആയിരിക്കും ഇഫ് ദ കമ്പനി നീഡ്സ് ടു റീപേ ഹ്യൂജ് ഡെറ്റ്സ്. ഒരു ഭാഗത്ത് കമ്പനി കുറേ കടം വാങ്ങി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവർക്ക് ഇൻട്രസ്റ്റ് അടക്കം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും നന്നായിട്ട് അവർക്ക് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ലോവർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്
ഒരു ഡിവിഡൻഡ് പോളിസി നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് കമ്പനിയുടെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന് കൂടി കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നു. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അത് ട്രേഡ് സൈക്കിളാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എക്സൈസ് ഇൻഫ്ലുവൻസ് അപ്പോൺ ഡിവിഡൻഡ് പോളിസി. ഇപ്പോൾ നല്ലോണം പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ വരിക, ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഡിപ്രീസിയേഷൻ മെ നോട്ട് ബി സഫിഷ്യൻറ്റ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യണം, പക്ഷെ അതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ച ഡിപ്രീസിയേഷനൊന്നും അതിന് തുക തികയില്ല എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനി റീറ്റെയിൻ മോർ പ്രോഫിറ്റ്. അതൊക്കെ മുൻകൂട്ടി നമ്മൾ കാണേണ്ട ഒരു കാര്യങ്ങളാണ്. ആ സമയം നമ്മൾ കണക്കാക്കിക്കൊണ്ട് കമ്പനി പ്രോഫിറ്റ് ഒക്കെ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കൊടുക്കുന്നതിനേക്കാൾ അധികവും കീപ്പ് ചെയ്യാനാണ് അവിടെ ശ്രമിക്കേണ്ടത്. പിന്നെ പറയേണ്ടത് ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എപ്പോഴൊക്കെയാണോ ഒരു മീറ്റിംഗ് വെക്കുന്നത് ഡിവിഡൻഡ് പോളിസിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഡിവിഡൻഡ് ക്യാൻ ഓൺലി ബി പെയ്ഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് നോട്ട് ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. എപ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും കയ്യിൽ പണം ഉണ്ടാവണം, പ്രോഫിറ്റ് ഉണ്ടാവണം. ഒരിക്കലും ക്യാപിറ്റലിൽ നിന്നാവരുത് കൊടുക്കേണ്ടത്. കമ്പനി ക്യാൻ ഡിക്ലെയർ, കമ്പനിക്ക് ഇങ്ങനെ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേണ്ടതും ഡിവിഡൻഡ് കൊടുക്കേണ്ടതും അവർക്ക് മുൻ വർഷങ്ങളിൽ പ്രോഫിറ്റുകൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അറ്റ്ലീസ്റ്റ് 10% ഓഫ് പ്രോഫിറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു റിസർവ്. കിട്ടുന്ന ലാഭത്തിൻ്റെ 10% എപ്പോഴും റിസർവ് ആക്കിയിട്ട് നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. ഡിവിഡൻഡ് എപ്പോഴും ക്യാഷ് ആയിട്ട് കൊടുക്കുക. ബട്ട് ഇറ്റ് ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർസ് ബൈ ക്യാപിറ്റലൈസിങ് റിസർവ്സ്. ക്യാഷ് ആയിട്ട് പരമാവധി കൊടുക്കുക. ഇനി സാധിക്കാത്ത പക്ഷം നമുക്ക് അറ്റ്ലീസ്റ്റ് ബോണസ് ഷെയർ ആയിട്ടെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിയമം മൂലം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഡിവിഡൻഡിനെ അഫക്റ്റ് ചെയ്യും, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. കാരണം ഹെവി റേറ്റ് ഓഫ് ടാക്സേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ആർക്ക് കിട്ടുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. കാരണം നമ്മളുടെ കമ്പനിക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ലാഭത്തിൽ നിന്ന് കൊടുത്ത് വിട്ടുന്ന ആരാണ്? പുറത്തുള്ള കടത്തിൻ്റെ ഇൻട്രസ്റ്റുകളാണ്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇതെല്ലാം കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ മുകളിലാണ് ടാക്സ് കൊടുക്കുന്നത്. ആ ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ ആ ടാക്സ് റേറ്റ് വളരെ അധികമാണെങ്കിൽ എന്താണ്, അത്രയും പെർസെൻറ്റേജ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് അത്ര കണ്ട് തന്നെ കുറയും. അപ്പോൾ ഈ കുറഞ്ഞൊരു പ്രോഫിറ്റ് ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി, രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബിസിനസ് റിസ്കുകളൊക്കെ വരാനുള്ള സാധ്യതകൾ, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി അൺസർട്ടൺ ആണ്. സാമ്പത്തികമായിട്ട് എങ്ങനെ അത് മുന്നോട്ടേക്ക് പോവും, അല്ലെങ്കിൽ അത് ഹൈക്ക് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്തൊക്കെ ഫേംസ് നോർമലി ഡിവിഡൻഡ് പേ ഔട്ട് പോളിസി വളരെ ലോ ആയ ഒരു പോളിസി മാത്രമായിരിക്കും അവർ കീപ്പ് ചെയ്യുക. ഓക്കെ, കാരണം അവിടെ റിസ്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഫേസ് ചെയ്യുന്നതായിട്ട് വരും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് അവർ ലോ ഡിവിഡൻഡ് പോളിസി ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് കണ്ടീഷൻസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. നിലവിൽ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് കംഫർട്ടബിൾ ആണോ? ഫണ്ട്സ് ഒക്കെ ആവശ്യത്തിന് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോഴ്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്നൊക്കെ നോക്കിയിട്ട് വേണം കമ്പനി എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡ് കൊടുക്കണം, ലിബറലായിട്ടുള്ള ഡിവിഡൻഡ് പോളിസി കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചിലപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ മന്ദഗതിയിലാവുന്ന ഒരു സമയം വെച്ചാൽ മാനേജ്മെൻറ്റ് അപ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസിയൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. കൺസർവേറ്റീവ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് അവർ എന്താ ലിബറലായിട്ട് അങ്ങോട്ട് കൂടുതൽ കൊടുക്കണം എന്നൊരു തീരുമാനമൊന്നും എടുക്കാൻ അവർക്ക് പറ്റില്ല. വളരെ പിടിച്ച് മുറുക്കിക്കൊണ്ട് നിൽക്കുന്നൊരവസ്ഥ, കൊടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം വേണ്ടത് മാത്രം കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. ലിബറലായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഉദാര മനസ്സോടുകൂടി കൊടുക്കാനൊന്നും അവിടെ പറ്റില്ല എന്നാണ് പറയുന്നത്. ആറാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികളാണ്. ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഫിസിക്കലായിട്ടും ഇൻഡസ്ട്രിയലായിട്ടും ലേബറായിട്ടുള്ള മറ്റുള്ള ഗവൺമെൻറ് പോളിസികളെയും കൂടി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ചേഞ്ചസ് കൂടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ കണ്ടോ 6 പോയിന്റ് എക്സ്റ്റേണലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമായിട്ട് 6 മാർക്കിന് നിങ്ങളോട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാത്രമായിട്ടും ചോദിക്കാം. ഇവിടെ 7 പോയിന്റേ വരുന്നുള്ളൂ. അതിനല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് നമുക്ക് എന്താണ് ഒരു 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റനായിട്ട് ചോദ്യം വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു പോയിന്റ് പോലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ പഠിച്ചോളെ, എത്ര ടൈപ്പ് ഡിവിഡൻസ് ഉണ്ട് എന്നുള്ള ചോദ്യം വരാം.
എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് ചോദിക്കാം, എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ചോദിക്കാം, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു പാഠഭാഗം തന്നെയാണ് ഈ ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് വീഡിയോസ് കാണുക. ഓക്കെ, ആ വഴിയെങ്കിലും നിങ്ങളൊരു സപ്പോർട്ട് എനിക്ക് എന്തായാലും തരിക. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും എക്സാം ടൈമിലൊക്കെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക്